ഹായ് ഗൈസ്, വെൽക്കം ടു പുതിയ ദിവസം. താഴത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ തന്നെ ദീദിന്റെ കുരിപ്പാട് എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട്. സംഭവം മാറുന്നല്ല, മുട്ടായി തൊലിച്ചാണ് തൊലിച്ചോട്ടെ. അടുക്കളയ്ക്കും തലട്ടൊക്കെ പരിപാടികളൊക്കെ തകർത്തി നടക്കുന്നത്. സംഭവം ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഇന്ന് അളിയന്റെ നോമ്പർക്കാനുള്ള സൽക്കാരം വിളിച്ചാണ്. കുറച്ചെങ്കിലും ഉസറും പുളി ഉണ്ട്. എനിക്ക് നോമ്പോറ്റ് ഇന്ത്യ മുന്നിൽ നീ മുന്തിരി അണ്ണാക്കിലിട്ട് ഇങ്ങനെ കളകള കളിച്ചാണ്. ദീദിന്റെ ചെറുതിന് അതിന് നമ്മൾ ഫ്ലൈങ് ന്യൂസും കൊടുത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ പോയി. ഞാൻ ഉദ്ദേശിച്ച ഐസ്ക്രീം അവിടെ ഇല്ലാത്തപ്പോൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നട്ടുന്നതിന് നേരം കളേണ്ട ആവശ്യം ചിലപ്പോൾ. ഇന്ന് തൊട്ടടുത്ത് ഐസ്ക്രീം കടയ്ക്ക് ചെന്നപ്പോൾ എന്റെ ചെങ്ങയെ സഹദിനെ കണ്ടു. ഐസ്ക്രീമും കിട്ടി. ഓക്കെ സെറ്റ്. പിന്നെ നമ്മൾ മെയിൻ കഥാനായകനെ മഞ്ഞവാത്തൊക്കെ പരി സ്റ്റോക്ക് കഴിഞ്ഞാൽ അപ്പോൾ ഒരു മഞ്ഞവാത്തക്കിനെ എടുത്ത് കവറിലിട്ട് പരിചരണം പോയി. പെരി ചെന്നപ്പോൾ പപ്പപ്പി കുട്ടികൾ ചെടി എടുക്കണം. സ്വന്തം ഭാര്യയുടെ ചെടിത്ത സ്നേഹത്തോടെ നനക്കുന്ന ഒരു ഭർത്താവ് നിങ്ങൾക്ക് എവിടെ കിട്ടൂല. മുഹമ്മദ് ബഷീർ മാത്രം. ഫ്രിഡ്ജൊക്കെ തുറന്നൊക്കെ ഫ്രൂട്ട്സ് ആളൊക്കെ അരിഞ്ഞ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം എന്താ അളിയും വരുന്നുണ്ട്. അപ്പൊ ഫുൾ സെറ്റ് ആക്കി വെച്ചിരിക്കണം. ദീദിയാണെങ്കിൽ സ്വന്തം പുതിയാപ്പിളം സൽക്കരിച്ചാൽ ഫുൾ ഫോമിലാണ് നിൽക്കുന്നത്. ഇമ്മയാണെങ്കിൽ അതിലും വലുത് പൊത്തെല്ലാം മുന്നേ കിട്ടിയ മരുവനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കിട്ടിയ മരുവൻ നല്ല പൊലിവിലാണ് നിൽക്കുന്നത്. ഇതാണ് സ്വന്തം മരുവനുമാണ് ഉണ്ടാക്കിയ സ്പെഷ്യൽ സാധനം ചട്ടിപ്പത്തിരി. ഇന്ന് മുട്ട മസാല പൊരിച്ചത് കുറച്ച് ആഫ്രിക്കക്കാരുടെ കറുത്ത മുട്ടായോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അളിയനൊക്കെ ഇതേമാതിരി സോഫ്റ്റ് ചെയ്ത് സുഖമായിട്ട് ഇരിക്കണോ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു അളിയനൊക്കെ പെണ്ണുങ്ങളെ പരി പോയി ഇതേമാതിരി സൽക്കരിച്ച് കിട്ടുമല്ലോ. ഇമ്മയാണെങ്കിൽ നമ്മളെ നോമ്പിന്റെ ഹീറോ മഞ്ഞവാത്തങ്ങളുടെ ഒറ്റ മുറിയാണ് മുറിച്ച് രണ്ട് കണ്ടണായി. ബാപ്പയാണെങ്കിൽ അളിയനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി വീട് മൊത്തം ഊത് പുകച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്ന ഡിഷുകളൊക്കെ നമ്മൾ അളിയനും വേണ്ടി സൽക്കാരം ഒരുക്കിയത് നോമ്പറക്കാൻ വേണ്ടിയിട്ട്. അളിയനാണെങ്കിൽ ഇതൊക്കെ ഇപ്പൊ തീർത്തരെന്നുള്ള ലാഘവത്തോട് കൂടിയിട്ട് കയ്യും കുത്തി നിൽക്കുന്നുണ്ട്. നമ്മളിന്നത്തെ യൂട്യൂബ് ചാനലിലെ വ്ളോഗിലേക്ക് ഹായ് സംഭാവന ചെയ്ത് സഹകരിച്ച അമ്പലപ്പാറ ദുബായ് ഗോൾഡ് പാലസിന്റെ മുതലാളിയായ മുഹമ്മദ് ഷെഫീഖ് പി ടി എന്ന അളിയന് 1000 അഭിവാദ്യങ്ങൾ. അങ്ങനെ നമ്മളെല്ലാവരും തിന്നുകൊണ്ട് തലക്കാൻ തുടങ്ങുന്ന ആ ഒരു പൊളിച്ചാണ് കൊടുത്തത്. തിന്നിന്റെ ഫുൾ വീഡിയോ നോമ്പറക്കണ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് ഫോറിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ ലിങ്ക് ബയോയിലുണ്ട്. വേഗം പോയി ഫുൾ വീഡിയോ കണ്ടോ. അളിയനൊക്കെ അമ്മായിമണ്ടായി കൊടുത്ത ചട്ടിപ്പത്തിരി മാക്ക് അടിച്ച് കയറ്റി വിടുന്നുണ്ട്. തിന്നുകാണ് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉറങ്ങിച്ചത് ഓർമ്മയുള്ള അടുക്കളിൽ അപ്പോൾ 2 ട്രിപ്പ് തുടങ്ങിയിട്ടുണ്ട് മോനെ. എന്റെ അമ്മ മരുവനുമാണ് ഇത് കുഞ്ചിക്കോയി വരെ പൊരിച്ചറുത്ത് വിറക്കുണ്ട്. അളിയൻ അടുക്കളിക്ക് തലട്ട് കാണാൻ ഇത് തീർന്നില്ല, ഇതിന്റെ അന്ത്യമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്റെ അമ്മക്കാണ് സൽക്കത്തിന് മതിയാവില്ല. ആകപ്പാടൊരു അളിയനുള്ള അതുകൊണ്ടാണ് ബാപ്പാക്ക് ഇതേമാതിരി സൽക്കാരം പണ്ട് കിട്ടിയെന്ന് എവിടെ എനിക്കൊരു തേങ്കോലും കിട്ടിയില്ല എന്ന് ബാപ്പ. പിന്നെ നിങ്ങൾക്ക് സൽക്കാരത്തിന് മൂക്കറ്റെ മുണങ്ങാൻ വന്നിട്ടില്ല മീൻ ആകപ്പാട് അടിയായല്ലോ. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ഫോറിൽ പോയി കണ്ടാൽ മതി. ചാനൽ ലിങ്ക് ബയോയിലുണ്ട്. അങ്ങനെ അമ്മന്റെ സ്പെഷ്യൽ ആടുകുറുമൊക്കെ വളമ്പിക്കാണ്ട് പത്തിരി, പൊറാട്ട, വെള്ളപ്പം, ബിരിയാണി അങ്ങനെ പലതരം സാധനങ്ങൾ കുഞ്ചിക്കോയൊക്കെ പൊരിച്ചിട്ട് ടാബ്ലറ്റ് നിരത്തിന് വെച്ച് അളിയനാണ് ഫുഡ് ഒക്കെ ആയിരിക്കുമ്പോൾ ഇവിടെ വെള്ളപ്പൊക്കെ ലൈവായിട്ട് പാരട്ടെ. ഇതാണ് നമ്മുടെ സൽക്കാരത്തിന്റെ ഒരു പൗറ്. അളിയൻ ഫുഡ് ചെയ്യണം ഒന്നും പറയില്ല. കിടിലും കിർമാണി സർമാണി സാധനം എന്നൊക്കെ പറയും. ബാപ്പയാണെങ്കിൽ അതിലും വലുത് എന്തായാലും എന്റെ പെണ്ണുങ്ങൾ ഉണ്ടാക്കിയപ്പോൾ സാധനമൊക്കെ അടിപൊളി നയിക്കാരാണ്. ഏതായാലും നോമ്പർക്കലും തീറ്റും കൂടി കഴിഞ്ഞാൽ ദീദി ഇതാ ബൈ ബൈ പറയുന്നേക്കാണ്. ദീദിന്റെ വരവ് അടിപൊളിയാണ്. ആണ്ടിലേക്ക് വരും എന്നിട്ട് ദേ പോയി ഇതാ വന്ന ഒറ്റ പോക്കാം. സോ ദാറ്റ്സ് വാട്ട് ടുഡേ. എല്ലാവരും ഫോളോ ചെയ്യാം.